Hi friends, TechCorner Malayalam channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് EFR നെ പറ്റിയാണ്. അതായത് എർത്ത് ഫോൾട്ട് റിലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ നമ്മൾ 2-3 വീഡിയോയ്ക്ക് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് തന്നെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ പലയിടങ്ങളിലും EFR പകരം ELR എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പലയിടങ്ങളിൽ നമ്മൾ അത് തമ്മിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒരു 4000 പേരോളം ആ വീഡിയോ കണ്ടിരുന്നു. പക്ഷെ അതിൽ 1-2 പേര് മാത്രമാണ് ഇത് ചോദിച്ചതെങ്കിൽ പോലും ആ 1-2 പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു തെറ്റും നിങ്ങളെ പഠിപ്പിക്കരുത് എന്നാണ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. നമ്മൾ പറയുന്നതിൽ ഒരു 99% ശരിയായിരിക്കണമെന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. പക്ഷെ അന്ന് നമ്മൾ സ്പീഡിൽ പറഞ്ഞ കൂട്ടത്തിൽ ELR EFR അങ്ങോട്ടും ഇങ്ങോട്ടും പലയിടങ്ങളിലും മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ തെറ്റ് തിരുത്തി നമ്മൾ ഇന്ന് ആ വീഡിയോ റീപോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും നോക്കാൻ പോകുന്നത് എർത്ത് ഫോൾട്ട് റിലേ EFR ആണ്. ഇപ്പോൾ ELR അല്ല. ELRും EFRും രണ്ടും ഒരു എർത്ത് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യുന്നൊരു ഡിവൈസ് ആണെങ്കിൽ പോലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് EFRും ELRും തമ്മിൽ. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ELRും EFRും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് EFR ആണ്. അപ്പോൾ EFR എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എർത്ത് ഫോൾട്ട് റിലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുടനെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ EFR എർത്ത് ഫോൾട്ട് റിലേ പേര് പോലെ തന്നെയുണ്ട്. അതൊരു എർത്ത് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിലേ ആണ് EFR എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കാം, അപ്പോൾ RCCB നമ്മൾ വീഡിയോകളിലൊക്കെ ഉപയോഗിക്കുന്ന റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്ന RCCBയും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? എർത്ത് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഡിവൈസ് തന്നെയല്ലേ RCCB എന്നാണ്. അപ്പോൾ അത് ശരിയാണ്, RCCBയും എർത്ത് ഫോൾട്ടിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ്. പക്ഷേ EFR എർത്ത് ഫോൾട്ട് റിലേയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം, RCCBയും EFRും തമ്മിൽ എന്താണ് അടിസ്ഥാനമായിട്ടുള്ള വ്യത്യാസമെന്ന്. അപ്പോൾ RCCB നമുക്കറിയാം, വീടുകളിലൊക്കെ ഒരു ഷോക്ക്, നമ്മുടെ മനുഷ്യൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, നമ്മുടെ ഒരു പ്രിവെൻഷന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും എർത്ത് തൊട്ട് ഷോക്ക് അടിക്കുകയാണെങ്കിൽ അവിടെ ഒരു എർത്ത് ലീക്കേജ് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും ഇലക്ട്രിക് ഷോക്കിൽ നിന്ന്. അപ്പോൾ അതാണ് RCCB ചെയ്യുന്നത്. പക്ഷേ ഒരു EFRലേക്ക് വരുമ്പോൾ, എർത്ത് ഫോൾട്ട് റിലേയിലേക്ക് വരുമ്പോൾ അതൊരു ഹ്യൂമൻ പ്രൊട്ടക്ഷൻ എന്ന കൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത്, മെഷീൻ പ്രൊട്ടക്ഷൻ എന്ന കൺസെപ്റ്റാണ്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഷോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മില്ലി ആംപിയർ പോലും നമുക്ക് സെൻസ് ചെയ്യേണ്ട ഒരു ഡിവൈസാണ് RCCB എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു മെഷീൻ പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ വോൾട്ടേജ്, ഹൈ ടെൻഷൻ സൈഡൊക്കെയാണ് കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്നത്. അതായത് ഹൈ കറണ്ട് ഒരു ഫോൾട്ട് ഉണ്ടാകും. അപ്പോൾ ഒരു ലൈൻ പൊട്ടി വീണ്, നമ്മുടെ ഒരു 11 kV ലൈൻ പൊട്ടി ഗ്രൗണ്ടിൽ വീഴുമ്പോൾ അവിടെ കൂടെ ഒരു എർത്ത് ഫോൾട്ട് എന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോൾട്ടിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്നതിലും ഒരുപാട് മേളിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൈ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ EFR എർത്ത് ഫോൾട്ട് റിലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണെന്ന് നമുക്ക് EFR യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാനൽസിൽ യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ പാനൽസ്, സബ്സ്റ്റേഷനിൽ, ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷന്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസസിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസാണ് EFR എന്ന് പറയുന്നത്. ഇനിയും EFRും RCCBയും തമ്മിൽ ഉള്ള മെയിൻ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ RCCBക്കുള്ളിൽ, ആ ഒരു RCCB കാണുന്നതിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാം ഉണ്ട്. ഒരു CT ഉണ്ട്, പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉണ്ട്, ട്രിപ്പിംഗ് മെക്കാനിസം ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു എർത്ത് ഫോൾട്ട് RCCB ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് സെൻസ് ചെയ്ത് അത് ട്രിപ്പും ചെയ്ത് നമ്മുടെ സർക്യൂട്ട് ട്രിപ്പും ആക്കി തരും. പക്ഷേ ഒരു EFR ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. EFR ജസ്റ്റ് ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ സെൻസിങ് ഡിവൈസ് മാത്രമാണ്. അതിന് നമ്മളൊരു എക്സ്റ്റേണൽ CT ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഇൻപുട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ CTയുടെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രേക്കറിലോ കോണ്ടാക്ടറിലോ, VCB ആകും, വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ, SF6 സർക്യൂട്ട് ബ്രേക്കർ, എയർ സർക്യൂട്ട് ബ്രേക്കർ, OCB, അങ്ങനെ ഏതെങ്കിലും സർക്യൂട്ട് ബ്രേക്കറിലേക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ PLCക്ക് കമാൻഡായിട്ട് കൊടുക്കുകയോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ആ ഡിവൈസാണ് ഏതിലേക്കാണോ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, EFRൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, ആ ഡിവൈസ് ആയിരിക്കും ഇവിടെ ട്രിപ്പിംഗ് മെക്കാനിസം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു EFR തനിയെ ഒരിക്കലും ഒരു ട്രിപ്പിംഗ് ആക്ഷൻ നടത്തുന്നില്ല, അല്ലെങ്കിൽ ആ EFR വെച്ചതുകൊണ്ട് മാത്രം അവിടെ ട്രിപ്പ് ആവുന്നില്ല. അപ്പം EFR ആദ്യം ഒരു ഇൻപുട്ട് വേണം, CT വേണം. അതുപോലെ തന്നെ EFRൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ബ്രേക്കറിലേക്കോ കോണ്ടാക്ടറിലേക്കോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഇതിലേക്കാണോ ഔട്ട്പുട്ട് ചെല്ലുന്നത്, ആ ഡിവൈസാണ് ശരിക്കും ഇതിൻ്റെ ട്രിപ്പിംഗ് മെക്കാനിസം ചെയ്യുന്നത്.
അപ്പോൾ അത് RCCBയും ഇതും തമ്മിൽ നോക്കുമ്പോഴുള്ള ഒരു പ്രധാന വ്യത്യാസമാണ്. ഇതിൽ നമ്മൾ ഒരു ട്രിപ്പിംഗ് മെക്കാനിസം ഇല്ല, ഇത് ജസ്റ്റ് ഒരു സെൻസിങ് ആൻഡ് മോണിറ്ററിംഗ് ഡിവൈസും മാത്രമാണ്. പിന്നെ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഹൈ ആംബിയർ റേറ്റിംഗിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അതായത് ഇതിൻ്റെ ഓരോ വാല്യൂസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഡിപ്പ് സ്വിച്ചൊക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഇപ്പം ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട് ആവാം, ട്രിപ്പിംഗ് ടൈം ആവാം, ഇതിൻ്റെ ഹൈ പീക്ക് കറണ്ട് ആവാം, ഇതൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടി ഈ EFRൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനും കൂടെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കൂടെ ഉള്ള ഒരു ഡിവൈസാണ് EFR എന്ന് പറയുന്നത്. ഇനി EFRൻ്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ RCCBയുടെ വർക്കിങ്ങിൻ്റെ ഒക്കെ കൺസെപ്റ്റുമായിട്ട് സെയിം തന്നെയാണ്. അപ്പം ഇവിടെ RCCB നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്താണ് RCCB എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ക്രിച്ചോഫ്സ് ലോ അനുസരിച്ച് തന്നെയാണ് ഈ ഒരു RCCB പ്രവർത്തിക്കുന്നതെന്ന്. അതേ ലോ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഈ EFRും പ്രവർത്തിക്കുന്നത്. ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ അനുസരിച്ച് ഒരു പോയിന്റിലേക്ക് പോകുന്ന കറണ്ടും ആ പോയിന്റിലേക്ക് തിരിച്ചു വരുന്ന കറണ്ടും സെയിം ആയിരിക്കണം. അതായത് നോർമൽ കണ്ടീഷൻ, അവിടെ ഫോൾട്ട് ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടോട്ട് പോകുന്ന കറണ്ട് തന്നെ ആയിരിക്കണം തിരിച്ചു വരുന്നത്. എക്സാക്ട്ലി സെയിം ആയില്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് അത്രയും തന്നെ വരണം. പ്രാക്ടിക്കലി നമുക്കറിയാം ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും, പക്ഷേ ഓൾമോസ്റ്റ് അത്ര തന്നെയാണ് വരേണ്ടത് നോർമൽ കേസിൽ. പക്ഷെ ഒരു എർത്ത് ഫോൾട്ട് ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന കറണ്ട് അതുപോലെ തന്നെ തിരികെ വരുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവാം അവിടെ എന്തോ ഒരു നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടം സെൻസ് ചെയ്യുന്ന ഡിവൈസാണ് നമ്മൾ ഈ RCCB ആണെങ്കിലും ELR ആണെങ്കിലും EFR ആണെങ്കിലും എല്ലാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഒരു കറണ്ടിൽ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫോൾട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഫോൾട്ട് ഇവിടെ മനസ്സിലാക്കുന്നത് എന്ത് ഉപയോഗിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CT ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ വയേഴ്സ് കടത്തി വിട്ടിരിക്കുന്ന ഒരു കറണ്ട് ട്രാൻസ്ഫോമേഴ്സിലൂടെ ആയിരിക്കും. അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമറിലൂടെ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും തമ്മിൽ സെയിം ആണെങ്കിൽ അവിടെ നമുക്കൊരു EMF ഒന്നും ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. അതേസമയം അങ്ങോട്ടും പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ നമ്മുടെ CTയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ആ EMFൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ റിലേയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ EFRലേക്ക് വരുമ്പോഴും അത് തന്നെയാണ്, ആ CTയുടെ ആ ഔട്ട്പുട്ടാണ് നമ്മുടെ EFRൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. സെയിം കണ്ടീഷൻ, അതായത് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ട് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്കറിയാം ഒരു കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു റിസൾട്ടൻ്റ് ഫ്ലക്സ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്ലക്സ് കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ CTയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. അതേസമയം വ്യത്യാസം പെടുമ്പോഴാണ് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു EFR കണ്ടുകൊണ്ട് തന്നെ അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. ഈ കാണുന്നത് ഒരു EFRൻ്റെ കണക്ഷൻ ഡയഗ്രാമാണ്. അപ്പോൾ ഇത് ഇൻറ്റേർണലും കാണിക്കുന്നുണ്ട്, എക്സ്റ്റേണലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വട്ടമിട്ട് സ്ലാഷ് ഇട്ടേക്കുന്നതാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ കണക്ഷൻസ് വരുന്നത്. അതായത് ഇത് ആദ്യം തന്നെ ഒരു ഓക്സിലറി സപ്ലൈ കൊടുക്കണം, പിന്നെ ഈ CTയുടെ കണക്ഷൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിലേയുടെ ഔട്ട്പുട്ട് കണക്ഷൻസ്. അതായത് 2 ഇൻപുട്ടാണ് ഇതിലുള്ളത്, ഒന്ന് ഓക്സിലറി സപ്ലൈയും ഒന്ന് CTയുടെയും, പിന്നെ ഔട്ട്പുട്ടായിട്ട് ഇതും. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ഡിസ്പ്ലേ സെക്ഷൻ, ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഡിപ്പ് സ്വിച്ചുകൾ കാണാം. പല ഇതിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പല ഇതിൻ്റെയും. പിന്നെ പവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ട്രിപ്പ് ഉണ്ട്, പിന്നെ ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട്, റീസെറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു എർത്ത് ഫോൾട്ട് റിലേയുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. ഇതൊരു L&Tയുടെ MC12A എന്ന് പറയുന്ന ഒരു എർത്ത് ഫോൾട്ട് റിലേ ആണ്. അപ്പം ഈ കണക്ഷൻ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് ആണ്. അപ്പോൾ മൈക്രോ കൺട്രോളറിൻ്റെ ആവശ്യം വരുന്നത് നമുക്കറിയാം ഇതിൻ്റെ പല സെറ്റിങ്സ് DIP സ്വിച്ച് വെച്ച് നമുക്ക് പല വാല്യൂസ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വരുന്ന CTയിൽ നിന്ന് വരുന്ന ഇതിനെ ചെക്ക് ചെയ്ത് നമ്മുടെ ലിമിറ്റിന് കൂടുതലാണെങ്കിൽ മാത്രം റിലേയിലേക്ക് സെൻസിങ് കമാൻഡ് കൊടുത്താൽ മതി. പിന്നീട് നോക്കുന്ന ഈ ഓക്സിലറി സപ്ലൈ ആണ്. ഈ ഓക്സിലറി സപ്ലൈ ഇതിന് കൊടുക്കുന്നത് തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർ വർക്കിംഗ്, ഇതിനൊരു സപ്ലൈ വേണമല്ലോ വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓക്സിലറി സപ്ലൈ കൊടുക്കും. അപ്പോൾ ഇവിടെ 95 to 240 വോൾട്ട് AC DC, ACയും കൊടുക്കാം DCയും കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ ടെർമിനൽസിലാണ് നമ്മൾ ഓക്സിലറി സപ്ലൈ കൊടുക്കുന്നത്. 1ൽ എർത്തും 2ലും 3ലും നമ്മൾ അതിൻ്റെ AC ആണെങ്കിൽ ഫേസും ന്യൂട്രലും, അല്ലെങ്കിൽ DC ആണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കും. അതിനുശേഷം ഈ 11, 12 എന്ന ഇതിലേക്കാണ് CT കണക്ട് ചെയ്യുന്നത്. കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ S1 S2 ആയിരിക്കും നമ്മൾ കോമൺലി കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് വരുന്നത്, ഒരു എർത്ത് ഫോൾട്ട് റിലേയുടെ ഇൻപുട്ട്, അതായത് CTയും ഓക്സിലറി സപ്ലൈയും. അപ്പോൾ അതൊക്കെയാണ് ഈ ടെർമിനൽസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസ്ഫോമറിലേക്കാണ് പോകുന്നത്, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അതിനുശേഷം ഒരു മൈക്രോ കൺട്രോൾ സർക്യൂട്ട്, പിന്നെ റിലേയുടെ കോയില്, പിന്നെ അതിൻ്റെ കോണ്ടാക്ട്സ് ആണ്. അതായത് 2 ചേഞ്ച് ഓവറിൻ്റെ റിലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 2 NOയും 2 NCയും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു CTയിൽ നിന്ന് വരുന്ന എത്രയാണോ ആ വരുന്ന വോൾട്ടേജ് അതിനെ നമ്മളൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് അത് മൈക്രോ കൺട്രോളറിൽ കൊടുത്ത് അവിടെ നമ്മുടെ വാല്യൂ ഡിപ്പ് സ്വിച്ചിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത്, അപ്പോൾ അതിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ റിലേ R1ലേക്ക് കോയിൽ സപ്ലൈ കൊടുത്ത് R1 ഓൺ ആക്കും. അപ്പോൾ അവിടുത്തെ NO ഉണ്ടായിരുന്ന
കോയിലൊക്കെ ചേഞ്ച് ചെയ്യും, എൻ സിയിലേക്ക് മാറുകയും എൻ സിയിലുണ്ടായിരുന്നതൊക്കെ ക്ലോസ് ആവുകയും ചെയ്യും, ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഒരു വേരിയേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ 4, 5, 6, 7, 8, 9 എന്നുള്ള ടെർമിനൽസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ബ്രേക്കറിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു NO പോയിന്റിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ R1 ഓൺ ആകുമ്പോൾ എന്തെങ്കിലും ഫോൾട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ 5ലും 6ലും നമുക്കൊരു കൺട്രോൾ വോൾട്ടേജ് കിട്ടുകയും അത് നമ്മൾ ബ്രേക്കറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, ബ്രേക്കറിൻ്റെ ട്രിപ്പ് മെക്കാനിസത്തിലേക്കാണ് കൊടുത്തത് എങ്കിൽ അവിടെ ബ്രേക്കർ ട്രിപ്പ് ആകും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് കാണാം. IS എന്ന് പറയുന്നത് ഇതിൻ്റെ കറണ്ട്, സെൻസിങ് കറണ്ട്. IHS എന്ന് പറഞ്ഞാൽ ഹൈ സെൻസിങ് കറണ്ട് എന്ന്, ഹൈ സെറ്റ് കറണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ഡിലേ, എത്ര ഈ ടൈം ഡിലേയിലാണ് ഇത് ട്രിപ്പ് ആവേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് വാല്യൂസ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഈ ഡിപ്പ് സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഓരോരോ ഡിപ്പ് സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 0.16 ആദ്യത്തെ ഡിപ്പ് സ്വിച്ച് ഓൺ ആയെങ്കിൽ 0.16 ആംബിയറിലേക്ക് സെറ്റ് ആവും. രണ്ടാമത്തെ കൂടെ വെച്ച് കഴിഞ്ഞാൽ 0.16 + 0.08 ആംബിയറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ഓക്സിലറി സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പവർ ഓൺ ഇൻഡിക്കേഷൻ ലൈറ്റ് ഓൺ ആവും. പിന്നെ ഇതെന്തെങ്കിലും ഫോൾട്ട് സെൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇത് ട്രിപ്പിൻ്റെ ലൈറ്റ്, റെഡ് ലൈറ്റും ഓൺ ആവും. പിന്നെ ടെസ്റ്റ് നമുക്കറിയാം, ജനറലി RCCBക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് വർക്കിംഗ് ആണോ അല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. ഇനി റീസെറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത് എന്തെങ്കിലും ഫോൾട്ടായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് ലൈറ്റ് ഓൺ ആയിരിക്കും. പിന്നെ റീസെറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് HT ആയാലും LT ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ ഫോൾട്ട് ക്ലിയർ ആയോ, ആ ഫോൾട്ട് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ റീസെറ്റ് ചെക്ക് ചെയ്യുക. അതല്ല എങ്കിൽ അവിടെ ഒരു ഫോൾട്ട് എപ്പോഴും നിലവിലുണ്ട് എങ്കിൽ നിങ്ങൾ വീണ്ടും റീസെറ്റ് ചെയ്താൽ വീണ്ടും അതൊരു അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും ട്രിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റീസെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആ ഫോൾട്ട് ക്ലിയർ ആണോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഈ മോഡലിൽ നമുക്ക് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ മാത്രമല്ല ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ലഭ്യമാണ്. പിന്നെ ഇതിനൊരു ഇൻബിൽട്ട് CT നമ്മൾ CT സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഇൻബിൽട്ട് CT ഉള്ള എർത്ത് ഫോൾട്ട് റിലേസും ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് അതാകുമ്പോൾ സെപ്പറേറ്റ് CT ഒന്നും വേണ്ട, എല്ലാം അതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 7 ടൈം അത് 7 നമുക്ക് സെറ്റിങ്സ് വേരി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ റേറ്റഡ് വോൾട്ടേജ്, കറണ്ട്, ബ്രേക്കിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ നമുക്കിതിൻ്റെ മാനുവൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി ഇതിനെപ്പറ്റിയുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു കുറേ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ELCBയും RCCBയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ RCCB എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അത് തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വീഡിയോസിൽ കയറി കാണുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായ കൺഫ്യൂഷൻസ് മാറി എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.